ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെയായിരുന്നു വളരെ സുപ്രധാനമായ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാർക്കസ് മെർഗുലാവയായിരുന്നു ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതായത് FC ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അത് റിജക്റ്റ് ചെയ്തു. ചാവിയുടെ സാലറി വളരെയധികം ഉയർന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇത് റിജക്റ്റ് ചെയ്തത് എന്നായിരുന്നു മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ അംഗമായ സുബ്രത പോൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് ഫേക്കാണ്. അതായത് ആശിഷ് നേഗിയാണ് ഇത് ആദ്യം കണ്ടെത്തിയിട്ടുള്ളത്. ഒരു വ്യാജ ഇമെയിലാണ് വന്നിട്ടുള്ളത്. അതായത് ചാവിയുടെ പേരിൽ ആരോ ഒരാൾ വ്യാജ ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നൽകുന്നു. അങ്ങനെയാണ് ഈ ഒരു അപേക്ഷ വന്നിട്ടുള്ളത്. എന്നാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കരുതിയത് ഇത് യഥാർത്ഥത്തിൽ ഉള്ളതാണ് എന്നാണ്. മാത്രമല്ല സ്പാനിഷ് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചാവിയുടെ ഏജന്റുമാരുമായി അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പുമായി ചില മാധ്യമ പ്രവർത്തകർ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ചാവിയുടെ ക്യാമ്പ് അത് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ചാവി ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ല, അത് ഫേക്ക് ആണ് എന്നുള്ളത് സ്പാനിഷ് മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് ഇതെല്ലാം വ്യാജമാണ്. ചാവിയുടെ പേരിൽ വന്നിട്ടുള്ളത് ഒരു ഫേക്ക് ഇമെയിലാണ് അല്ലെങ്കിൽ ഫേക്ക് ആപ്ലിക്കേഷൻ ആണ്. ആർക്ക് വേണമെങ്കിലും അവിടെ അപേക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഏതായാലും ചാവി ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ആശിഷ് നേഗി ഇത് നേരത്തെ കണ്ടെത്തിയിരുന്നു. സ്പാനിഷ് മാധ്യമ പ്രവർത്തകർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.